ആന്തരിക നിശബ്ദതയുടെ ശക്തി. എന്തുകൊണ്ടാണ് മഹാഗുരുക്കന്മാർ നിശബ്ദതയെ വിലമതിച്ചത്? ഒരു ദിവസം ഒരു ചെറിയ മാൻകുട്ടി കാട്ടിലൂടെ ഓടുകയായിരുന്നു. അവളുടെ മനസ്സിൽ നൂറുകണക്കിന് ചിന്തകൾ. ഇന്ന് എന്ത് സംഭവിക്കും? നാളെ എന്ത് സംഭവിക്കും? ആരാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്? ആരാണ് എന്നെ ഇഷ്ടപ്പെടാത്തത്? എന്തുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ ഇഷ്ടം പോലെ നടക്കുന്നില്ല? അങ്ങനെ ചിന്തിച്ച് അവൾ വളരെ ക്ഷീണിതയായി. അവളൊരു വലിയ തടാകത്തിൻ്റെ അരികിലെത്തി. അവിടെ ഒരു വയസ്സായ ആമ ശാന്തമായി ഇരിക്കുന്നുണ്ടായിരുന്നു. മാൻകുട്ടി ചോദിച്ചു, ആമച്ചേട്ടാ, നിങ്ങൾ എപ്പോഴും ഇത്ര ശാന്തനായിരിക്കുന്നത് എങ്ങനെയാണ്? ആമ പുഞ്ചിരിച്ചു. ഈ തടാകത്തിലേക്കൊന്ന് നോക്കൂ. മാൻകുട്ടി വെള്ളത്തിലേക്ക് നോക്കി. അപ്പോൾ ശക്തമായ കാറ്റ് വീശി. വെള്ളത്തിൽ അലകൾ ഉയർന്നു. പ്രതിബിംബങ്ങൾ എല്ലാം മങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ്റ് ശമിച്ചു. വെള്ളം വീണ്ടും ശാന്തമായി. ഇപ്പോൾ തടാകം ആകാശത്തെയും മരങ്ങളെയും വ്യക്തമായി പ്രതിഫലിപ്പിച്ചു. ആമ ചോദിച്ചു, ഇപ്പോൾ എന്താണ് കാണുന്നത്? എല്ലാം വളരെ വ്യക്തമായി കാണുന്നു. ആമ പറഞ്ഞു, മനസ്സും അങ്ങനെ തന്നെയാണ്. ചിന്തകളുടെ കൊടുങ്കാറ്റ് വീശുമ്പോൾ ജീവിതം വ്യക്തമായി കാണാൻ കഴിയില്ല. ഭയം, കോപം, അസൂയ, ആശങ്ക എന്നിവ മനസ്സിനെ അലട്ടുമ്പോൾ സത്യം മങ്ങിപ്പോകും. മാൻകുട്ടി ശ്രദ്ധയോടെ കേട്ടു. ആമ തുടർന്നു, പക്ഷെ മനസ്സ് ശാന്തമാകുമ്പോൾ നമുക്ക് കാര്യങ്ങളെ കൂടുതൽ വ്യക്തമായി കാണാനായി കഴിയുന്നു. നമുക്ക് സ്വയം മനസ്സിലാക്കാനായി കഴിയുന്നു. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനും കഴിയുന്നു. മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ഉയർന്ന ബോധമുണ്ട്. അത് നിരന്തരമായ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശബ്ദത്തിൽ മറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് എല്ലാ ആത്മീയ പാരമ്പര്യങ്ങളും ധ്യാനത്തെയും നിശബ്ദതയെയും വിലമതിക്കുന്നത്. നിശബ്ദത എന്നത് സംസാരിക്കാതിരിക്കുക എന്നത് മാത്രമല്ല, മനസ്സിലെ അനാവശ്യ ശബ്ദങ്ങൾ കുറയ്ക്കുന്നതാണ് യഥാർത്ഥ നിശബ്ദത. ഒരു പക്ഷി പാടുന്നത് കേൾക്കുക, കാറ്റിൻ്റെ സംഗീതം കേൾക്കുക, ഒരു പൂവിനെ ശ്രദ്ധിക്കുക, ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. ഇവയെല്ലാം നിശബ്ദതയുടെ വാതിലുകളാണ്. ആമ അവസാനം പറഞ്ഞു, നീ ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചിന്തിക്കാതിരിക്കൂ. കുറച്ചു സമയം നിശബ്ദമായിരിക്കൂ. കാരണം ചില ഉത്തരങ്ങൾ വാക്കുകളിൽ വരില്ല, അവ നിശബ്ദതയിൽ വിരിയുന്നു. അന്ന് മാൻകുട്ടി ഒരു കാര്യം മനസ്സിലാക്കി. ജ്ഞാനം എല്ലായ്പ്പോഴും ശബ്ദത്തിലല്ല വരുന്നത്. ചിലപ്പോൾ അത് നിശബ്ദതയുടെ ചിറകിലേറി വരുന്നു. ആത്മാ നമസ്തേ. ദിസ് ഈസ് രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ. താങ്ക് യു.